വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BCom BBA ഫോർത്ത് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇത്. സബ്ജക്റ്റ് കോസ്റ്റ് അക്കൗണ്ടിംഗ്, ടോപ്പിക് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൽ കാൽക്കുലേഷൻ ഓഫ് അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും വരുന്ന ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി പലപ്പോഴായിട്ടും essay ടൈപ്പായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: The finished product of a manufacturing company passes through 3 processes. ഏതൊക്കെയാണ്? പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിൽ 3 പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ നോർമൽ വേസ്റ്റേജ് ഇൻ ഈച്ച് പ്രോസസ്സ്, ഓരോ പ്രോസസ്സിലും അതിന് നോർമൽ വേസ്റ്റേജ് ഉണ്ട്. കാരണം അത് എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇത്ര ശതമാനം അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് വേസ്റ്റേജ് ആയിട്ട് പോകുന്നു ഷുവറാണ്. ആ പറയുന്ന വേസ്റ്റ് എത്രയാണ്? പ്രോസസ് 1 5%, പ്രോസസ് 2 7% ആൻഡ് പ്രോസസ് 3 10% ആ പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് വിത്ത് റെഫറൻസ് ടു ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഫെഡ് ഓൺ ടു ഈച്ച് പ്രോസസ്സ്. ഓരോന്നിൽ നമ്മൾ ഓരോന്ന് എങ്ങനെയൊക്കെയാണ് എമൗണ്ട് പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. The scrap generated out of wastage has a sale value of 70 paise per unit, 80 paise per unit and rupee 1 per unit in the processes 1, 2, 3 റെസ്പെക്റ്റീവ്ലി. ഈ പറഞ്ഞ നോർമൽ വേസ്റ്റേജിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം അതിൽ വരുന്ന വേസ്റ്റേജിൻ്റെ വാല്യൂവിൽ പ്രോസസ്സ് 1 70 പൈസയ്ക്ക് ഒരു യൂണിറ്റിൽ വിൽക്കുകയും രണ്ടാമത്തത് പ്രോസസ്സ് 2 80 പൈസയ്ക്ക് പെർ യൂണിറ്റ് വിൽക്കുകയും മൂന്നാമത്തത് യൂണിറ്റ് 1 രൂപയ്ക്ക് സെയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. The output of each process is transferred to the next process and the finished output energy from the process 3 are transferred to stock. നമുക്ക് അറിയണ കേസ് തന്നെ അത്. അതായത് ഓരോ ഔട്ട്പുട്ടും ഫസ്റ്റത്തെ പ്രോസസ്സ് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ സെക്കൻഡ് പ്രോസസ്സ് 3യിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. 3ത്തെ പ്രോസസ്സ് ഏതിലേക്ക് പോവുക? ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. There was no stock of work in progress in any process in a particular month. ഏതൊരു സ്റ്റോക്കിലും there was no stock, ഒരു സ്റ്റോക്കും ഇല്ല. ഏതിൽ? വർക്ക് ഇൻ പ്രോഗ്രസ് ഏത് പ്രോസസ്സിലും ഇവിടെ പറഞ്ഞിട്ടില്ല. there was no stock of work in progress in any process. ഏത് പ്രോസസ് 1, 2, 3 എന്ന് പറയുന്ന ഈ 3 പ്രോസസ്സിലും വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നതിൻ്റെ ബാലൻസ് എമൗണ്ട് ഒന്നും ഇല്ല. The details of cost data for the month are given below. ഇതിൻ്റെ കോസ്റ്റ് ഡാറ്റയിൽ ആ മാസത്തിൽ എത്രയൊക്കെയാണ് അതിൻ്റെ ചിലവ് വന്നിരിക്കുന്നതെന്ന് അത് നമുക്ക് എന്ത് ചെയ്യാം? താഴെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അത്. മെറ്റീരിയൽസ് യൂസ്ഡ് പ്രോസസ് 1 1,20,000, പ്രോസസ് 2 40,000, പ്രോസസ് 3യും എത്ര തന്നെയാണ്? 40,000. ദെൻ ഡയറക്റ്റ് ലേബർ 80,000 ഒക്കെ എല്ലാം റുപ്പീസിലാണ് കേട്ടോ. ദെൻ പ്രോസസ് 2 60,000, പ്രോസസ് 3യും 60,000. ദെൻ പ്രൊഡക്ഷൻ എക്സ്പെൻസസ് 40,000 40,000 40,000. 3 പ്രോസസ്സും 40,000 ആണ്. ദെൻ ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ്, ഈ ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പ്രോസസ് 1 പ്രോസസ് 2യിലേക്ക് പോകും അതുപോലെ. അപ്പോൾ ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ് എത്രയാ? 38,000, പ്രോസസ് 2 34,600, ദെൻ പ്രോസസ് 3 32,000 ആണ്. ഇത്രയും ഇതിൻ്റെ എന്താണ്? ഈ പറഞ്ഞതിൻ്റെ കോസ്റ്റൊക്കെയാണ് ഈ പ്രോസസ് 1ഉം പ്രോസസ് 2 ആൻഡ് പ്രോസസ് 3. പ്രോസസ് 1 വാസ് ഫീ വിത്ത് 40,000 യൂണിറ്റ്സ്. അതായത് പ്രോസസ് 1ലെ യൂണിറ്റ് 40,000 ഓഫ് റോ ഇൻപുട്ട് അറ്റ് കോസ്റ്റ്. അതിൻ്റെ യൂണിറ്റ്സിൽ 40,000ഉം കോസ്റ്റ് എത്ര ചിലവ് വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 3,20,000ഉം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ ദ പ്രോസസ് അക്കൗണ്ട്, നമ്മുടെ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ എമൗണ്ട് ഓർമ്മ വരണം. കാരണം പ്രോസസ് 1ൽ എഴുതേണ്ട യൂണിറ്റ്സ് കോളത്തിൽ എഴുതേണ്ടത് 40,000ഉം അതേപോലെ തന്നെ എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത് 3,20,000ഉമാണ് പ്രോസസ് 1ൽ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോവാം. പ്രോസസ് 1 അക്കൗണ്ട് 3 അക്കൗണ്ട് വഴിയാണ് അല്ലെങ്കിൽ പ്രോസസ് വഴിയിലാണ് നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്നത്. പ്രോസസ് 1, പ്രോസസ് 2 ആൻഡ് പ്രോസസ് 3. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രോസസ് 1 ആണ്. പ്രോസസ് 1ൽ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട കാര്യം എത്ര യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രോസസ് 1 എന്നൊക്കെ പറയുന്നുണ്ട്. പ്രോസസ് 1 വാസ് ഫീ വിത്ത് റുപ്പീസ് 40,000 യൂണിറ്റ് ഓഫ് റോ ഇൻപുട്ട് അറ്റ് എ കോസ്റ്റ് ഓഫ് റുപ്പീസ് 3,20,000. എത്ര യൂണിറ്റ് ആണ്? 40,000 യൂണിറ്റും എത്ര എമൗണ്ടിനാണ്? 3,20,000, 3,20,000 എമൗണ്ടും. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ക്ലിയർ? ദെൻ ടു മെറ്റീരിയൽ യൂസ്ഡ് പ്രോസസ് 1 എത്രയാ? 1,20,000, അതും അതെഴുതി. ഇനിയോ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 80,000, ദെൻ പ്രൊഡക്ഷൻ എക്സ്പെൻസസ് 40,000. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ പറഞ്ഞ ഡെബിറ്റ് കോളത്തിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വേറെ ഒരു കണക്ക് നമുക്ക് വേറെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് അതേപടി എടുത്തെഴുതി.
ഇനി പറയുന്നത് ബൈ നോർമൽ ലോസ് ആവും എന്നറിയാം. ഈ ഒരു പ്രോസസ്സ് 1 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രോസസ്സ് 1 ലോസ് ആവും എന്ന് പറഞ്ഞു. അത് എത്ര ശതമാനം ലോസ് ആവും എന്നാണ് പറയുന്നത്? 5%. 5% ലോസ് ആവുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എത്ര യൂണിറ്റ്സ് ആണ്? 40,000 യൂണിറ്റ്സ് ആണ് അല്ലേ? ആ 40,000 യൂണിറ്റിൻ്റെ 5% ലോസ് ആവുന്ന അത്ര യൂണിറ്റ്സ് നഷ്ടപ്പെടുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 40,000 ഇൻറ്റു 5/100 എത്രയാ? അതാണ് നമ്മുടെ എത്രയാ? 2000 എന്ന് പറയുന്നത്. അത് യൂണിറ്റ് കോളത്തിൽ 2000. പിന്നെ ആ പറയുന്ന വാല്യൂസ് നമ്മൾ പറയുന്നുണ്ട് ദാറ്റ് നോർമൽ ലോസ് ആൻഡ് ദാറ്റ് ദ വേസ്റ്റേജ് ഹാസ് എ സെയിൽ വാല്യൂ ഓഫ് റുപ്പീസ്. എത്രയാ? റുപ്പീസ് അല്ല 70 പൈസ ഇല്ലേ? 70 പൈസ വെച്ചിട്ടാണ് പ്രോസസ് 1 കൊടുക്കുന്നത്. 80 പൈസ പ്രോസസ് 2 1 രൂപ പ്രോസസ് 3 കൊടുക്കുന്നത്. അപ്പോൾ പ്രോസസ് 1 70 പൈസ എന്നാണ് ഇവിടെ പോയിന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് 70 പൈസ എന്ന് എഴുതണേ. അപ്പോൾ 0.70 ഓക്കെ, 70 പൈസ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2000 ഇൻറ്റു 70 പൈസ. 70 പൈസ പറയുമ്പോൾ എത്ര വരിക? 1400. ആ എമൗണ്ടിൽ സെയിൽ. ക്ലിയർ ആയോ? അത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബൈ ട്രാൻസ്ഫർ ടു പ്രോസസ് 2 അക്കൗണ്ട്. പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. എത്ര യൂണിറ്റ്സ് ആ പറയുന്നത്? ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലും വലിയ മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞതാണ്. പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ ട്രാൻസ്ഫർ ടു എന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുള്ളൂ? ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ് എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ അതേപടി ഉണ്ടാവും. ഔട്ട്പുട്ട് ഓഫ് യൂണിറ്റ്സ് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ പ്രോസസ് 1 എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിൽ 38,000 യൂണിറ്റ്സ് എമൗണ്ട്. അപ്പോൾ 38,000 യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യുക? യൂണിറ്റ്സ് എടുത്ത് എഴുതി. എന്നിട്ട് ഈ യൂണിറ്റ്സ് കോളം ടോട്ടൽ ചെയ്യാം. യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്തു. കറക്റ്റായില്ല? ഇവിടെ 40,000, ഇവിടെ 40,000. ക്ലിയർ ആയി. ഇനി ഇവിടെ ടോട്ടൽ ചെയ്യുക. എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും കോൾ ഉണ്ടാവുക. 5,60,000 ആണ് കിട്ടുക. അപ്പോൾ 5,60,000 എഴുതി. ഇവിടെയും 5,60,000 എഴുതുക. എന്നിട്ട് ഈ പറഞ്ഞ 5,60,000 മൈനസ് 1,400 മൈനസ് ബാലൻസ് കൊണ്ട് എടുത്ത് എഴുതുക. ക്ലിയർ? അപ്പോൾ നമ്മുടെ പ്രോസസ് 2 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ എമൗണ്ട് ആണിത്. എമൗണ്ട് 5,58,600 യൂണിറ്റ്സ് 38,000 ആണ് ട്രാൻസ്ഫർ ചെയ്ത് ഏതിന് കൊടുക്കേണ്ടത്? പ്രോസസ് 2 കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രോസസ് 1 കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് എത്ര രൂപ വെച്ചിട്ടാണെന്ന് കണ്ടുപിടിക്കേണ്ടേ? അതെങ്ങനെയാണ്? ഈസി. അതായത് എമൗണ്ട് ഡിവൈഡ് ബൈ യൂണിറ്റ്സ് അല്ലേ? എമൗണ്ട് കോൾ എത്രയാണ്? 5,58,600. അത് അതേപോലെ എഴുതി. ഓക്കെ, ഡിവൈഡഡ് ബൈ 38,000. അപ്പോൾ എത്ര വരും? 14.70, 14 രൂപ 70 പൈസ വരും. അപ്പോൾ അതെന്തേ? കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. 1ൻ്റെ വാല്യൂ കിട്ടി. ഇനിയിപ്പോൾ ഈ പറയുന്ന എമൗണ്ട് ആയിരിക്കും നമ്മൾ ഏതിലേക്ക് പോവുക? പ്രോസസ് 2 പോകുമ്പോൾ ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എമൗണ്ടും യൂണിറ്റ്സ് ആയിരിക്കും പോവുക. ഓക്കെ, പ്രോസസ് 2 അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രോസസ് 1 നിന്ന് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആദ്യം ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതാണ് ടു ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് 1 അക്കൗണ്ട്. പ്രോസസ് 1 അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എഴുതുക. ഓക്കെ, എമൗണ്ട് 5,58,600, യൂണിറ്റ്സ് 38,000. ഓക്കെ, നമ്മൾ ഇതേപോലെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് പ്രോസസ് 1 ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? ആ എമൗണ്ടാണ് ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതുന്നത്? ട്രാൻസ്ഫർ ചെയ്തിട്ട് എഴുതേണ്ടത്. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേപടി ഡെബിറ്റ് സൈഡിലേക്ക് എഴുതുക. അതായത് മെറ്റീരിയൽ യൂസ്ഡ് 40,000, ടു ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 60,000, പ്രൊഡക്ഷൻ എക്സ്പെൻസസ് 40,000. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യനുണ്ട്, അത് അതേപടി എടുത്ത് എഴുതി. ദെൻ ബൈ നോർമൽ ലോസ്. നോർമൽ ലോസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പ്രോസസ് 2 എന്ന് പറയുന്നതിന് നോർമൽ ലോസ് 7% ആണ്. ഓക്കെ, അപ്പോൾ 7% നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ്സ് ഉണ്ട് പ്രോസസ് 2 38,000. ഓക്കെ, അപ്പോൾ ആ 38,000ൻ്റെ 7% കാണുക. അപ്പോൾ എത്ര വരും? 2,660, 2,660. ക്ലിയർ ആയോ? യൂണിറ്റ്സ് ആയി. ഇനി അത് സെയിൽ വേസ്റ്റേജ് നോർമൽ ലോസ് പറഞ്ഞാൽ നമുക്കത് ലോസ് ഓഫ് വെയിറ്റ് ആണ് അല്ലേ? വെയിറ്റ് ലോസ് ആണ്. ഇനി അത് സ്ക്രാപ്പ് വാല്യൂവിന് വിറ്റിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ? വേസ്റ്റേജ് സെയിലാക്കി എന്ന് പറയുന്നുണ്ട്. അത് എത്ര രൂപ ഇതായിരിക്കും വിറ്റിരിക്കുന്നത്? 80 പൈസ. അത് ഞാൻ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് പ്രോസസ് 1 ഞാൻ ഡെസിമലാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ പൈസ തന്നെയാണ് പറയേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെസിമൽ ഇടണേ. അപ്പോൾ എത്ര? 80 പൈസ പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 80 പൈസ വെച്ചിട്ടാണ്. അപ്പോൾ 2,660 മൾട്ടിപ്ലൈഡ് ഇൻറ്റു ചെയ്യുക. ഏത് വെച്ച് ചെയ്യണം? 80 പൈസ, 80 പൈസ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 2,128, 2,128 എമൗണ്ട് വരും. ക്ലിയർ? ദെൻ
ബൈ ട്രാൻസ്ഫർ ടു പ്രോസസ് 3 അക്കൗണ്ട്. പിന്നെ നമുക്ക് വേറെ എഴുതാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ് 3 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബൈ ട്രാൻസ്ഫർ ടു പ്രോസസ് 3 അക്കൗണ്ട്. അത് ക്വസ്റ്റ്യനിലുണ്ട്, ഔട്ട്പുട്ട് എന്ന് തന്നെ ഉണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. പ്രോസസ് 2 എന്ന് പറയുന്നതിന് ഔട്ട്പുട്ട് ചെയ്തിട്ടുണ്ട്. എത്ര യൂണിറ്റ്സ് ആണ്? 34,600. അതും അതേപടി എടുത്ത് എഴുതി. ഇത്രയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. യൂണിറ്റ്സ് അല്ലേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ യൂണിറ്റ്സ് ടോട്ടൽ ചെയ്യാം. ക്ലിയർ ആയോ? യൂണിറ്റ്സ് ഇവിടെ എത്രയുണ്ട്? 38,000. ഇവിടെയോ 2,660, 34,600 അത്രയിലുള്ളൂ. അപ്പോൾ ഏറ്റവും കുറവാണ് ഇവിടെ, കുറവ് ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ ആ കൂടുതൽ എമൗണ്ട് ഇവിടുത്തെ എടുത്ത് എഴുതി വെച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ എത്രയാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്? അതാണ് നമുക്ക് അബ്നോർമൽ ലോസ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ലോസ് നമുക്ക് ഇവിടെ സംഭവിച്ചു. അതാണ് 740 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമുക്ക് അത് ശരിക്കും ഞാൻ ലാസ്റ്റ് കണക്ക് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ, കാരണം ഒരു സ്പേസ് വിടേണ്ടി വരും. നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് അറിയാൻ പറ്റുമോ ഇത് ലോസ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുമോ? അപ്പോൾ നമുക്കിവിടെ സ്പേസ് വിടണ്ടേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉള്ളവർക്കുണ്ടാവും. കാരണം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാറ്? ബൈ നോർമൽ ലോസ് ഞാൻ ട്രാൻസ്ഫർ, വേറെ ഒന്നും ഐറ്റം ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ബൈ ട്രാൻസ്ഫർ ടു പ്രോസസ് ഏത് അക്കൗണ്ടിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് അതിലേക്ക് എഴുതും. പിന്നീടായിരിക്കും നമ്മൾ ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട്. ഗെയിൻ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, കാരണം ബാക്കിയെല്ലാം എഴുതിന് ഇവിടെ എഴുതേ വേണ്ടു. പക്ഷെ ലോസ് ആകുമ്പോഴാണ് നമുക്ക് ചെറിയൊരു സ്പേസിൻ്റെ വ്യത്യാസം. ഒന്നിനും നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ചെറിയൊരു സ്പേസ് വിട്ടിട്ട് വേണം എഴുതാൻ. അതർവൈസ് കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് ബൈ ട്രാൻസ്ഫർ ടു പ്രോസസ് അടുത്ത അക്കൗണ്ടിലേക്ക് എഴുതിയതിന് ശേഷം നമുക്ക് ലോസ് ആണെങ്കിൽ തൊട്ട് താഴെ എഴുതിയാലും പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് കണക്കിനും ഒരു വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല എഴുതിക്കോളൂ, നമുക്ക് അറിയേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് യൂണിറ്റ് കോളം 38,000 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര? 34,600ഉം 2,660 ഉള്ളൂ. ഒരു 740യുടെ കുറവുണ്ട്. അതാണ് നമുക്ക് അബ്നോർമൽ ലോസ്. ക്ലിയർ ആയോ? അബ്നോർമൽ ലോസ് യൂണിറ്റ്സ് ആണ്. 740ൻ്റെ യൂണിറ്റ്സിൻ്റെ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അതിന് എമൗണ്ട് വേണ്ടേ? അത് എമൗണ്ട് എങ്ങനെയാണ് കണക്കാക്കുക എന്നറിയോ? പറഞ്ഞുതരാം. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കണക്കാക്കേണ്ട ക്വസ്റ്റ്യൻ വന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതായത് 2017 ചോദിച്ച ചോദ്യമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യം തന്നെയാണ്. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് ഇവിടെയുള്ള എമൗണ്ട് എഴുതാം. 5,58,600, ദെൻ 40,000, 60,000, 40,000 എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 6,98,600 കിട്ടും. ആ എമൗണ്ട് എടുത്ത് എഴുതി മൈനസ്, ഇതാണ് നമ്മുടെ എമൗണ്ട് അല്ലേ. അതിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? നോർമൽ ലോസ്. സ്വാഭാവികമായിട്ട് നമുക്ക് നോർമൽ എമൗണ്ടും കൂടി കുറച്ചാലേ ശരിക്കും നമുക്ക് നോർമൽ കോസ്റ്റ് അറിയത്തുള്ളൂ, ആക്ച്വൽ കോസ്റ്റ് നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമൽ ലോസ് കുറച്ചു, 2,128 രൂപ ഇവിടെ കുറച്ചു. ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സ് ആണ്? 38,000 മൈനസ് ഇവിടെ നോർമൽ ലോസ് ആയ യൂണിറ്റ് എത്രയാ? 2,660. അതും കൂടി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ മേലത്തെ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ 6,96,472 ഡിവൈഡഡ് ബൈ 35,340 ഇൻറ്റു 740. 740 പറഞ്ഞാൽ നമുക്കിപ്പോൾ അബ്നോർമൽ ലോസ് കിട്ടിയ യൂണിറ്റാണ് 740. അത് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും എന്നറിയുക? 14,583.737 വരും. അപ്പോൾ 0.7 ആണല്ലോ, അതുകൊണ്ട് റൗണ്ട് ഫിഗർ ആക്കി ഇവിടെ എന്തിട്ടാൽ 3യുടെ പകരം 4 ആക്കുക. അപ്പോൾ നോർമൽ ഉണ്ടാവും 14,584 എന്ന് എഴുതുക. ക്ലിയർ ആയോ? അപ്പോൾ അബ്നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സും അതേപോലെ എമൗണ്ടും എഴുതിയത് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഇതിൽ ഈ അബ്നോർമൽ ലോസ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രോസസ്സ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇനിയിപ്പോൾ മറ്റേ അബ്നോർമൽ ലോസ് കിട്ടിയില്ല. ഇനിയിപ്പോൾ പ്രോസസ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്ന യൂണിറ്റ്സ് നമുക്ക് ഓൾറെഡി കിട്ടി. ഇനിയിപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ആണ് കിട്ടേണ്ടത്. എമൗണ്ട് കിട്ടാൻ മറ്റേത് ചെയ്യുന്ന പോലെ എളുപ്പം ഇതിന് ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ ചെയ്യുക. ഇവിടെ ഇതല്ലേ കൂടുതൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ അതേ എമൗണ്ട് എടുത്തെഴുതി അതിൽ നിന്ന് ഈ പറഞ്ഞ അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ടും ഈ മേലത്തെ അബ്നോർമൽ ലോസും കൂടി കുറയ്ക്കുന്ന സമയത്ത് കിട്ടും 6,81,888 കിട്ടും. ബാലൻസ് ഫിഗർ ആട്ടോ. ഈ എമൗണ്ടും യൂണിറ്റ്സും ആയിരിക്കും പ്രോസസ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. എക്സാമിന് നിർബന്ധമായും കോസ്റ്റ് പെർ യൂണിറ്റ് കാണണം. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വർക്കിംഗ് നോട്ട് അല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് പെർട്ടിക്കുലർ കോളത്തിൽ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് കൊണ്ട് കണക്കാക്കാം. അതർവൈസ് നമ്മൾ ഈ പ്രോസസ്സിൻ്റെ താഴെ വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് പ്രോസസ് 1 കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണമെങ്കിലും കൊടുക്കാം. പക്ഷേ ഇതാകുമ്പോൾ പിന്നെ നമ്മൾ മറക്കത്തില്ലല്ലോ, അത് പറഞ്ഞിട്ടാട്ടോ. അപ്പോൾ ഈ എമൗണ്ട് കാണാം. എങ്ങനെയാണ്? എമൗണ്ട് ഡിവൈഡ് ബൈ യൂണിറ്റ്സ്. അപ്പോൾ എത്ര വരും? 19.70. 19 രൂപ 70 പൈസയാണ് ഒരു യൂണിറ്റിന്.
ക്ലിയർ ആയോ? ഈ പറയുന്ന പ്രോസസ് 2-ലുള്ള എമൗണ്ടിലെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക? പ്രോസസ് 3-ലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോസസ് 3 ഇനി നോക്കാം. പ്രോസസ് 3 അക്കൗണ്ടിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് പ്രോസസ് 2-ൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ആണ് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ ടു ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് 2 അക്കൗണ്ട് യൂണിറ്റ്സ് 34,600, ദെൻ എമൗണ്ട് എത്ര വരിക? 6,81,888 അല്ലേ? ആ എമൗണ്ട് ആണ് നമുക്ക് എന്ത് എഴുതേണ്ടത്? ഫസ്റ്റ് പ്രോസസ് 3 അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത്. ഓർമ്മയുണ്ടല്ലോ, പ്രോസസ് 2-ലെ അക്കൗണ്ട് നമ്മൾ ഇവിടെ ബൈ ട്രാൻസ്ഫർ ടു പ്രോസസ് 3 അക്കൗണ്ട് എഴുതിയിട്ടില്ല, അതേ യൂണിറ്റ്സും എമൗണ്ട് ഇവിടുത്തെ എടുത്ത് എഴുതി. ദെൻ മെറ്റീരിയൽസ് യൂസ്ഡ് 40,000, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് 60,000, പ്രൊഡക്ഷൻ എക്സ്പെൻസസ് 28,000. ഇത്രയും എഴുതി. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കുക. ബൈ നോർമൽ ലോസ് 10% എന്നാണ് പറയുന്നത്. ബൈ നോർമൽ ലോസ് 10%, ദാറ്റ് ഈസ് യൂണിറ്റ് ഈസ് എത്രയാ? 34,600. അപ്പോൾ 34,600 ഇൻറ്റു 10/100 എത്ര കിട്ടും? 3,460 കിട്ടും. ആ എമൗണ്ട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ലോസ് ഓഫ് വേസ്റ്റേജ് സെയിൽ ചെയ്തിട്ടുണ്ട്, സ്ക്രാപ്പ് പോലെ സെയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്ര രൂപയ്ക്ക്? 1 രൂപ എന്നാണ് പറയുന്നത് അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെർ യൂണിറ്റ് 1 രൂപ വെച്ചിട്ടല്ലേ? അപ്പോൾ 1 രൂപ വെച്ച് ചെയ്യുമ്പോൾ എത്രയാ? 3,460 ഇൻറ്റു 1 എത്രയാ? 3,460. എമൗണ്ട് കോളം എഴുതി. ഇനി ബൈ ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്, ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്രയാ? 32,000. അത് അതേപടി എഴുതി. 32,000 യൂണിറ്റ്സ് കോളത്തിൽ എഴുതി. ഇനി എന്ത് ചെയ്യുക? യൂണിറ്റ്സ് കോളം ടോട്ടൽ ചെയ്യുക. ഇവിടെയും ടോട്ടൽ ചെയ്യുക, ഇവിടെയും ടോട്ടൽ ചെയ്യുക. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 35,460 വരുന്നുണ്ട്. ഇവിടെ എത്രയുള്ളൂ? 34,600 ഉള്ളൂ. അപ്പോൾ എത്രയാണ് കുറവ്? എത്ര ഇവിടെ വരുന്നത്? 860. അവിടെ നമ്മൾ എന്ത് എഴുതണം? അബ്നോർമൽ ഗെയിൻ വന്നിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് ഗെയിൻ കിട്ടി. ഇവിടെ അല്ലേ ഇതിലിപ്പോൾ എമൗണ്ട് വന്നിട്ട് കൂടുതൽ. അപ്പോൾ 35,460-ൽ നിന്ന് 34,600 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 860, 860 രൂപ. അത് നമുക്ക് യൂണിറ്റ്, അത്ര യൂണിറ്റ്സ് അബ്നോർമൽ ഗെയിൻ കിട്ടി. നമുക്ക് ഇവിടെയാണ് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലോസ് വരും, അബ്നോർമൽ ലോസ് വരും. ഇവിടെ എന്താ? അബ്നോർമൽ ഗെയിൻ കിട്ടി. അത് യൂണിറ്റ്സ് ആണ് കിട്ടിയത്. എമൗണ്ട് എത്രയെന്ന് അറിയില്ല, യൂണിറ്റ്സ് ആണ് കിട്ടിയത് അല്ലേ? ഇനി ഇതിൻ്റെ എമൗണ്ട് കാണാൻ എങ്ങനെ ചെയ്യുക? വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഓഫ് ദാറ്റ്. അതായത് ഡെബിറ്റ് സൈഡിൽ ഈ എമൗണ്ട് ഒക്കെ ടോട്ടൽ ചെയ്യുക. എത്രയാ? 6,81,888 പ്ലസ് 40,000 പ്ലസ് 60,000 പ്ലസ് 28,000. അതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യണ എമൗണ്ട് ആണ് എത്രയാ? 8,09,888 കിട്ടും. കണ്ടോടെ എഴുതിയിട്ടുണ്ട്. മൈനസ് എന്ത് മൈനസ് ചെയ്യണം? അപ്പോൾ ഇവിടെ നോർമൽ ലോസിൻ്റെ എമൗണ്ട് 3,460 മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്താലേ നമുക്ക് ശരിക്കും എത്രയാണ് കോസ്റ്റ് എന്ന് ഒറിജിനൽ കോസ്റ്റ് അറിയത്തുള്ളൂ അല്ലേ? മറ്റേ നഷ്ടപ്പെട്ട് നമ്മൾ എഴുതണമല്ലോ. മൈനസ് യൂണിറ്റ്സിനെയൊക്കെ മൈനസ് ചെയ്യും. യൂണിറ്റ്സിൻ്റെ ടോട്ടൽ എത്രയാണ്? നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 34,600. 34,600 മൈനസ് എത്ര യൂണിറ്റ്സ് ലോസ് വന്നിരിക്കുന്നത്? 3,460 ഇൻറ്റു എത്ര? അബ്നോർമൽ ഗെയിൻ എത്രയാ? 860. അപ്പോൾ 860 എഴുതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും എമൗണ്ട് 8,66,428 ഡിവൈഡ് ബൈ 31,140 ഇൻറ്റു 860. ദാറ്റ് ഈസ് എത്ര വരും? 22,271.29 വരും. ഇത് നമുക്ക് റൗണ്ട് ഫിഗർ ആക്കിയിട്ട് ഇത്ര 2 പറഞ്ഞിട്ട് എഴുതാം. 22,272 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കുക. അപ്പോൾ എമൗണ്ട് കോളും ക്ലിയർ ആയി. ഇനി അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എമൗണ്ട് കോളം കിട്ടും. ടോട്ടൽ കിട്ടി എത്ര? 8,32,160 കിട്ടി. അത് ഇവിടുത്തെ എഴുതുക. അതിനുശേഷം ഈ എമൗണ്ട് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഷോർട്ടേജ് വന്നിരിക്കുന്നത് എമൗണ്ട് നമുക്ക് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് പോവാം. അപ്പോൾ എത്ര വരും? 8,28,700 കിട്ടും ഇത് എമൗണ്ട് കോളത്തിൽ. ഓക്കെ, അപ്പോൾ അത് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണണ്ടേ? ഒന്നിന് എത്രയാണെന്ന് കാണണ്ടേ? അത് എളുപ്പമല്ലേ? എമൗണ്ട് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ്. 8,28,700 divided by 32,000, that is rupees 25.89. 25 പൈസ 75 രൂപയും 89 പൈസയും കിട്ടി. കോസ്റ്റ് പെർ യൂണിറ്റ്സ്. ക്ലിയർ ആയോ? പ്രോസസ് 3 അക്കൗണ്ട്. ഇത് യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആൻസർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്തായാലും ഈ ടൈപ്പ് അബ്നോർമൽ ഗെയിനും അബ്നോർമൽ ലോസും ഒരു പ്രോബ്ലത്തിൽ വരുന്ന രീതിയിലേക്ക് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.